ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൽ സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോയത്. അവിടെ ചെന്നതിന് ശേഷം ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ചെന്ന് നമ്മൾക്കുള്ള ടിക്കറ്റ് എല്ലാം എടുക്കണം. അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അങ്ങനെ അതെല്ലാം നമ്മൾ എടുത്തതിന് ശേഷം ബസ്സിലാണ് നമ്മളെ ഇവർ മേളിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മൾ വരയാടിനെ കാണാനാണ് പോകുന്നത്. അവിടെ ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ രണ്ടും കൽപ്പിച്ച് നമ്മൾ പോവുകയാണ്. നമ്മുടെ ബസ്സൊക്കെ വന്നു. അങ്ങനെ ബസ്സിൽ കയറി നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുന്ന യാത്രയിൽ കാണുന്നതാണ് ഈ കാഴ്ചകളൊക്കെ കേട്ടോ. നല്ല തേയിലത്തോട്ടവും നല്ല തണുപ്പും കോടയൊക്കെ ഉണ്ടായിരുന്നു. മഴക്കാറിങ്ങനെ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. പെയ്യുമെന്നറിയില്ല. നമ്മളപ്പം പ്രതീക്ഷയോടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വരയാടിനെ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വഴി സൈഡിലൊരു വരയാട്. അങ്ങനെ നമ്മൾ ഒരാളെ കണ്ടു കേട്ടോ. ഇനി നമ്മൾ മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നല്ല കോടയായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ബസ്സിൽ നിന്ന് നമ്മളവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പം തന്നെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ വണ്ടി ഇവിടെ നമുക്ക് ബുക്ക് ചെയ്ത് വണ്ടിയിൽ നമ്മളെ മേലെ വരെ കൊണ്ട് കാണിക്കും കേട്ടോ. പക്ഷെ നമ്മളത് വണ്ടിയൊന്നും ബുക്ക് ചെയ്തില്ല, നടന്ന് തന്നെയാണ് മേളിലോട്ട് കയറിയത്. ഇത്രയും നടന്നു വന്നിട്ട് നമ്മൾ ഇതുവരെയായിട്ട് ഒരാടിനെ പോലും കണ്ടിട്ടില്ല കേട്ടോ. ഇതിനു മുമ്പ് സിജാച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആടുകളെ കണ്ടിട്ടുണ്ട് കേട്ടോ, വരയാടിനെ. ഇനിയിപ്പം ചെറിയൊരു മഴക്കാറും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണോ ഇവർ പുറത്ത് വരാത്തതെന്ന് നമുക്കറിയത്തില്ല.
ഇവിടെയാണ് കേട്ടോ കൂടുതലും നീലക്കുറിഞ്ഞികൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം നീലക്കുറിഞ്ഞിയുടെ ചെടിയാണ്. പൂവില്ല, അല്ലാതെ ചെടികൾ അവിടെ നിൽപ്പുണ്ട്. അവിടെ വന്ന ഒരു ആൾ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നടന്ന് മേളിലേക്ക് എത്തി. ഒരാടിനെ പോലും നമ്മൾ ആ വഴി വെച്ച് കണ്ടതല്ലാതെ നമ്മൾ വേറെ ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇത് ബഹളങ്ങളുള്ളതുകൊണ്ട് ആടുകൾ വരാത്തതായിരിക്കാം. എങ്കിലും എല്ലാവരും പോകുമ്പോൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. എനിവേ നല്ല കോടയും നല്ല വ്യൂ ഒക്കെ ആയിരുന്നു മേളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.